പാല് കൊണ്ടുവരാൻ ഇന്ദ്രജ പറഞ്ഞു? ഇല്ല സാർ. ആന്റി പറഞ്ഞു? ഇല്ല സാർ. പിന്നെ നിനക്ക് തോന്നിയോടാ? സത്യം പറ, നീ ഇതിനകത്ത് എന്താ ചേർത്തിരിക്കുന്നേ? അയ്യോ സാറേ, ഒന്നുമില്ല സാറേ. പെട്ടെന്ന് നിനക്ക് അവിടെ നടാ എന്നോട് ഇത്ര സ്നേഹം പൊട്ടിമുളച്ച്? എനിക്ക് പണ്ടേ സാറിനോട് ഭയങ്കര സ്നേഹമല്ലേ സാറേ? ഓ, അത് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. സാറേ, എനിക്ക് ഈ കുടുംബത്തിലെ എല്ലാവരുടെ സ്നേഹവും കടപ്പാടും ഉണ്ട് സാറേ. പിന്നെ ഇതുപോലുള്ള അവസരം കിട്ടിയാലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാലിൽ എന്താടാ ചേർത്തിരിക്കുന്നേ? പഞ്ചസാരയാണ് സാറേ. പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ? പിന്നെ ഇതില് കുറച്ച് ഏലക്ക പൊടിച്ചിടണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പം കണ്ടില്ല സാറേ. വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ? ഇല്ല സാറേ, ഇല്ല. വേറെ എന്തിടാനാ? പാലില് വേറെ എന്തെങ്കിലും ചേർക്കോ സാറേ? എന്തായാലും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ? സാറേ, കുടിക്ക് സാറേ. നല്ല പാൽ കുടിക്ക്. നീ കുടിച്ചോ? എനിക്ക് വേണ്ട സാർ. എന്താടാ കുടിക്കാത്തെ? അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോടാ. കുടിയടാ. അല്ല, കുടിയടാ. വേണ്ട സാറേ. കുടി കുടി കുടി. അല്ല സാറേ, സാറിന്റെ അടുത്ത പാല് കുടിക്കാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല സാറേ. ഞാൻ കഴിക്കൂല സാറേ. നീ അപ്പോ ഇതിലെന്തോ കലർത്തിയിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഇന്ദ്രജ മാഡത്തിനെ വിളിച്ചോണ്ട് വരാം. സാറ് ഇന്ദ്രജ മാഡത്തിന് കൊടുത്തു നോക്ക്. എന്നാലും നീ കുടിക്കില്ലല്ലേ? ഇല്ല സാറേ, മുതലാളിമാർക്ക് ഉണ്ടാക്കുന്നതൊന്നും തൊഴിലാളിമാർ കുടിക്കൂല സാറേ. തൊഴിലാളിമാർക്ക് ഉണ്ടാക്കുന്നത് തൊഴിലാളിമാർക്ക്. ഇത് ഞാൻ കഴിക്കാൻ പാടില്ല സാറേ. എങ്കിൽ നീ ഇതേ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. മര്യാദയ്ക്ക് കുടിയടാ. കഴിക്കില്ല സാറേ. കുടിയടാ സാറേ, കുടി കുടി. നിന്റെ വരവും മുഖത്തെ വിനയവും കയ്യിലെ പാലും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിന്റെ പുറകിൽ നീ അല്ലാത്തൊരു ബുദ്ധി ഉണ്ടെന്ന്. സത്യം പറ, ആര് പറഞ്ഞിട്ടാണ്? നന്ദിനി പറഞ്ഞിട്ടാണ്? എന്റെ പൊന്ന് സാറേ, സാറിന് വേണ്ടെങ്കിൽ സാർ ഈ പാല് കുടിക്കണ്ട. ഇങ്ങെടുക്ക സാറേ, ഇങ്ങെടുക്ക്. ഇന്ദ്രജ മാഡം സാറിനെ നോക്കുന്നില്ല. അത് കണ്ട് മനസ്സറിഞ്ഞ് സാറിന് പാല് കൊണ്ടുവന്നതാ. സാറിന് വേണ്ടെങ്കിൽ വേണ്ട സാറേ. സാറ് കുടിക്കണ്ട, ഞാൻ കൊണ്ടുപോക്കും. ഇനി ഇവൻ ശരിക്കും സ്നേഹത്തോടെ കൊണ്ടുവന്നതാണോ? നല്ല പാല്, നല്ല ക്ഷീണമുണ്ട്. ഒരു ഗ്ലാസ് പാല് കുടിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രാജു വന്നേ. സാറേ, കുടിക്ക് കുടിക്ക്. അല്ലെങ്കിൽ വേണ്ട, നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. പോ. ശരി സാറേ, ഗുഡ് നൈറ്റ്. പാൽക്കാര രാജു. ഗുഡ് നൈറ്റ് സാർ. ഒരു ഗ്ലാസ് പാല് കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാലും വേണ്ട. പണി കിട്ടുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാണ്. ഭാഗ്യവാൻ. കുടിച്ചാലും ഉറങ്ങും, കുടിച്ചില്ലെങ്കിലും ഉറങ്ങും. കൊള്ളാവുന്ന കുടുംബത്തിൽ കൊള്ളാവുന്ന അച്ഛനും അമ്മയ്ക്കും ജനിക്കണം. അടുത്ത തവണ ജനിക്കുമ്പോ നമുക്കും ഒന്ന് നോക്കാം. ഇനി എപ്പോ വരുമോ എന്തോ. നന്ദിനി നന്ദിനി നന്ദിനി. കേട്ട് കേട്ട് വയ്യ. മോളെ,
പറ്റില്ല മോളെ. അങ്ങേർക്ക് സംശയം. ഒന്നും ശരിയാവില്ല രാജേട്ടാ, എനിക്കത് നന്നായിട്ട് അറിയാം. എന്നാലും അതെങ്ങനെ വിജയ് സാറിന് സംശയം തോന്നി? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നല്ലതൊന്നും ചെയ്തത് സാറ് കണ്ടിട്ടില്ലല്ലോ. രാജേട്ടൻ പോയി കിടക്കാൻ നോക്ക്. ഇന്നെന്തായിരുന്നാലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മോളെ. ഒരു പണിയൂടെ ഉണ്ട്. ആ, എന്ത് പണി? മോള് കാത്തിരുന്ന് കണ്ടോ. ഇനി രാജുവട്ടം പണിയാൻ പോകുന്നത് ഒരു ഉഗ്രം പണിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കൊണ്ട് ഒരു പ്രയോജനം ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല. സൂര്യ ഇതെങ്ങാനും എടുത്ത് കുടിച്ച പിന്നെ അവനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സൂര്യ കുടിക്കണമെന്നില്ല, കാവലടക്കുന്ന ആള് കുടിച്ചാലും പ്രശ്നം. എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ളൂ.